ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ദളപതി വിജയ് അണ്ണനെ കാണണം. അതിന് താനൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് നടക്കുകയാണ് യുവദമ്പതികളായ മുഹമ്മദ് റാഫിയും ഷഹനയും. സിനിമകളിലൂടെ വിജയ് അവതരിപ്പിച്ച കഥാപാത്രങ്ങളെ അത്രയേറെ ഇഷ്ടമാണ് ഇവർക്ക്. അന്നു മുതൽ കടുത്ത ആരാധനയാണ്. നേരിൽ കാണാനുള്ള ആഗ്രഹം പണ്ടേയുണ്ട്. തമിഴ്നാട്ടിൽ വിജയ് പാർട്ടിയുണ്ടാക്കി മത്സരിച്ച് ജയിക്കുകയും മുഖ്യമന്ത്രിയാകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങുകയും ചെയ്തതോടെ ആ ആഗ്രഹം കടുത്തു. ചെന്നൈയിലെത്തി അദ്ദേഹത്തെ കാണാൻ തന്നെ തീരുമാനിച്ചു. നടന്നു പോകാനായിരുന്നു ആഗ്രഹം, അതുകൊണ്ട് നടക്കാൻ തീരുമാനിച്ചു. ഇക്കഴിഞ്ഞ 6-ന് ബുധനാഴ്ച ഷാനയുടെ നാടായ താനൂരിൽ നിന്നും കാൽനടയായി യാത്ര തിരിച്ചു. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് പട്ടാമ്പിയിലെത്തിയത്. ഉച്ചസമയങ്ങളിൽ വിശ്രമിച്ചും രാത്രി എവിടെ എത്തുന്നു അവിടെ ടെന്റിൽ താമസിച്ചും പെട്രോൾ പമ്പുകളിൽ നിന്ന് ഫ്രഷ് ആയുമൊക്കെയാണ് ഇവരുടെ യാത്ര. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ദളപതി വിജയനെ കാണണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു യാത്രയുടെ. നമ്മള് ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് മലപ്പുറത്തെ താനൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ചെന്നൈ വരെ ഞങ്ങൾ പോകുന്നുണ്ട്. ഈ പോകുന്ന റൂട്ട് എന്ന് വെച്ചാൽ നമ്മൾ മലപ്പുറം, ചമ്രവട്ടം, പട്ടാമ്പി, പാലക്കാട്, കോയമ്പത്തൂർ അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് ഏകദേശം 650 കിലോമീറ്റർ നമ്മൾ നടക്കുന്നുണ്ട്. അതും ഞങ്ങൾ രണ്ടുപേരും കാൽനടയായിട്ടാണ് ഈ ഒരു യാത്ര ചെയ്യുന്നത് മുഴുവനും. ഇതിനകത്ത് റിസ്ക് എന്ന് വെച്ചാൽ ഞങ്ങൾ ടെൻ്റ് അടിച്ചിട്ടാണ് ഞങ്ങൾ കിടക്കുന്നത്, അല്ല റൂമും കാര്യങ്ങളും എടുക്കുന്നില്ല. പിന്നെ ഭക്ഷണം നമ്മൾ പോകുന്ന വഴിക്ക് കടകളിൽ നിന്ന് കഴിക്കും, എന്നിട്ട് നമ്മൾ അങ്ങനെ പോകും. പിന്നെ കുറേ പേര് നമ്മളെ കാണുന്നവർ നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഇതുപോലെ ഭക്ഷണമൊക്കെ വാങ്ങിച്ചു തരണോ, അതുപോലെ വെള്ളം വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരോടും സന്തോഷം പറഞ്ഞ് നമ്മൾ പോകുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാട്ടോ. അത് ആ ഒരു സപ്പോർട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് നടക്കാനുള്ളൊരു ഊർജ്ജം കൂടുതൽ കിട്ടുന്നുണ്ട്. പാലക്കാട് വഴിയാണ് തമിഴ്നാട്ടിലേക്ക് കടക്കുന്നത്. ചെന്നൈയിലെത്തിയാൽ എങ്ങനെയാണ് വിജയെ കാണുകയെന്നൊന്നും ഇരുവർക്കും അറിയില്ല. എന്തായാലും ആദ്യം ചെന്നൈയിലെത്തുക, പിന്നെ പതിയെ അതിനുള്ള വഴി ഒരുങ്ങുമെന്നാണ് വിശ്വാസം. മുഖ്യമന്ത്രി പദവിയിൽ വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും ചെന്നൈയിൽ എത്താനാകുമെന്നാണ് കരുതുന്നത്. ഇന്നലെ ഉച്ചയ്ക്കാണ് ഇരുവരും നടത്തം തുടങ്ങിയത്. കോട്ടയം സ്വദേശിയാണ് മുഹമ്മദ് റാഫി. ഷഹനമോളെ വിവാഹം ചെയ്തതിനു ശേഷം താനൂരിൽ സ്ഥിരതാമസമാക്കുകയായിരുന്നു. ഈ ചാനൽ പട്ടാമ്പി. എന്ത് രസമുള്ള വാക്കാണല്ലേ. ഒരുപക്ഷെ ഓരോ ആക്ടറും കേൾക്കാൻ കൊതിക്കുന്ന വിശേഷം. ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക? ഇത് ഡിഫറെൻ്റ് ആയിരിക്കണം, എനിക്ക് മാത്രം ചേരുന്ന ഒന്നാവണം, എന്തെങ്കിലുമൊക്കെ പുതുമ വേണം, ആളുകൾക്ക് ഇഷ്ടമാവണം, ലോകം പറയണം വാവ് versatile, something never seen before. നിങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുക? സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തിരഞ്ഞെടുക്കുമ്പോൾ നെവർ സീൻ ബിഫോർ ഡിസൈൻസ്, നിങ്ങളുടെ സ്നേഹത്തോളം പ്യോർ ആൻഡ് പ്രഷ്യസ്, ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, the versatile jewelry.